രാത്രിയിൽ ഉറക്കമില്ലാതെ നെഞ്ചത്ത് കൈവച്ച് കിടക്കുമ്പോൾ നാളത്തെ പുലർച്ചെയോർത്ത് നിങ്ങൾ നീറിപ്പുകയാറുണ്ട്. കയ്യിൽ ₹1 പോലുമില്ലാതെ അടുത്ത മാസത്തെ ചിട്ടിയും വണ്ടിയുടെ ലോണും ഓർക്കുമ്പോൾ നിങ്ങൾ തോറ്റുപോയെന്ന് ഉറപ്പിച്ചു കാണും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, തോറ്റത് നിങ്ങളല്ല. നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് വന്നു നിൽക്കുന്ന ഭാഗ്യത്തെ അകത്തേക്ക് കയറ്റാതെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിവെച്ച ചില കെണികളാണ് നിങ്ങളെ തോൽപ്പിക്കുന്നത്. നിങ്ങളുടെ കീശ ചോർത്തുന്ന, നിങ്ങളെ കടക്കാരനാക്കുന്ന ആ അറുത്ത കൈപ്പൻ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കയ്യിൽ രാജയോഗമുണ്ടായിട്ടും കാര്യമില്ലാതെ വരും. ദാരിദ്ര്യത്തിന്റെ ആ ചങ്ങല ഇന്ന് നമുക്ക് അറുത്തുമാറ്റാം. മനസ്സ് തുറന്ന് ഇതൊന്ന് കേൾക്കുക. നാട്ടിൽ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കുക. അധ്വാനമില്ലാത്തതുകൊണ്ടാണ് ദാരിദ്ര്യം എന്ന് പറയുന്നവരുടെ മുഖത്തടിക്കണം. ഒരൊറ്റ ദിവസം പോലും വിശ്രമമില്ലാതെ മണ്ണിൽ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മരുഭൂമിയിലെ ആ കൊടും ചൂടിൽ സ്വന്തം ആയുസ് ഹോമിക്കുന്ന പ്രവാസി സഹോദരന്മാരുണ്ട്. പുലർച്ചെ 5:30 പെട്ടിക്കട തുറന്ന് കണ്ണ് ചുവന്നിരുന്ന് രാത്രി പാതിരയാകുമ്പോൾ ഷട്ടറടയ്ക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. ഇവരൊന്നും മടിയന്മാരായതുകൊണ്ടല്ല ദാരിദ്ര്യത്തിൽ കിടക്കുന്നത്. അവർ ചെയ്യുന്ന കഠിനാധ്വാനം മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. വിശ്വസിച്ച കൂട്ടുകാരൻ പണി തന്നിട്ട് കടന്നുകളയുമ്പോൾ, അല്ലെങ്കിൽ അത്യാവശ്യം വന്നപ്പോൾ ഒരു ₹10 ചോദിച്ചാൽ സ്വന്തം ചോരയിലുള്ളവർ പോലും മുഖം തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദനയുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയൂ. കാശില്ലെങ്കിൽ ഈ ലോകത്ത് നിങ്ങളെ പുല്ലുവില പോലും ആരും തരില്ല. അത് കൈപ്പുള്ള സത്യമാണ്. സ്വന്തം ഭാര്യയുടെയോ മക്കളുടെയോ മുന്നിൽ പണമില്ലാത്തതിന്റെ പേരിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരാണിന്റെ സങ്കടം മാറ്റാൻ ഈ ലോകത്ത് വേറെ ഒന്നിനും കഴിയില്ല. ദാരിദ്ര്യം എന്നത് ഒരു മനുഷ്യന് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയുള്ള നരകമാണ്. പാമ്പുകടിയേറ്റാൽ ഒരു തവണയെ മനുഷ്യൻ മരിക്കൂ. എന്നാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ചത്തതിനൊക്കുമേ ജീവിക്കുകയാണ്. പക്ഷെ ഈ നരകം നമ്മൾ സ്വയം കാശുകൊടുത്ത് വാങ്ങുന്നതാണെങ്കിലോ? നമ്മുടെ ചില മണ്ടൻ ശീലങ്ങളാണ് നമ്മളെ എക്കാലവും ദരിദ്രനായി ഈ മണ്ണിൽ നിലനിർത്തുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ശാപം എന്താണെന്നറിയാമോ? നാട്ടുകാർ എന്തു വിചാരിക്കും എന്ന ഈ ഒരൊറ്റ ചിന്തയാണ്. നാട്ടിലെ വീടുകളിലൂടെ ഒന്ന് നടന്നു നോക്കുക. ആകാശത്തേക്ക് മുട്ടി നിൽക്കുന്ന വീടുകൾ കാണാം. മുറ്റത്ത് തിളങ്ങി നിൽക്കുന്ന ആഡംബര വണ്ടികൾ കാണാം. വഴിയിൽ കാണുന്ന ചെറുപ്പക്കാരുടെ കയ്യിലൊക്കെ ഏറ്റവും പുതിയ ഫോൺ കാണാം. പുറമേക്ക് കാണുന്ന ഈ തിളക്കം കണ്ട് നിങ്ങൾ വിചാരിക്കും, ഈ നാട്ടിലെ മനുഷ്യരൊക്കെ എത്ര സുഖമായാണ് ജീവിക്കുന്നത്, ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ദരിദ്രനായി പോയത് എന്ന്. പക്ഷേ ആ തിളങ്ങുന്ന വീടുകളുടെ ഉള്ളിലേക്കൊന്ന് പാളി നോക്കിയാൽ അവിടെ കാണാൻ കഴിയുക ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസുകളും മാസാവസാനം വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്ന കുടുംബനാഥന്റെ കണ്ണീരുമാണ്. തന്റെ വരുമാനത്തിന്റെ പരിധി അറിയാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം പണം ചിലവഴിക്കുന്നവൻ ഏതു വലിയ തമ്പുരാനാണെങ്കിലും നശിക്കാൻ അധികം സമയം വേണ്ട. സുരേഷിന്റെ കഥയൊന്ന് ആലോചിക്കുക. മലബാറിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഉള്ള സമ്പാദ്യവും പണയവും വെച്ച് ഗൾഫിലേക്ക് വണ്ടി കയറുമ്പോൾ സുരേഷിന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: സ്വന്തം കുടുംബത്തെ രക്ഷിക്കണം. അവിടെ ചെന്ന് ലേബർ ക്യാമ്പുകളിൽ താമസിച്ച് ചോര നീരാക്കി പണിയെടുത്തു. അയാൾ നാട്ടിലേക്ക് പണം അയക്കാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ താനൊരു പ്രവാസിയാണെന്ന് കാണിക്കാനുള്ള ഒരു വല്ലാത്ത പൂതി അയാളിൽ വളർന്നു വന്നു. നാട്ടിൽ വരുമ്പോൾ അപ്പുറത്തെ കവലയിലെ ചായക്കടയിലിരിക്കുന്നവർ ചോദിക്കും, എന്താ സുരേഷേ, വലിയ വീടൊന്നും വെക്കുന്നില്ലേ? നിന്റെ കൂടെ പോയ അപ്പുറത്തെ വീട്ടിലെ വിജയൻ കണ്ടില്ലേ, 2 നില വീട് വെച്ചു എന്ന്. ഈ ഒരൊറ്റ ചോദ്യം സുരേഷിന്റെ നെഞ്ചിൽ കനലായി മാറി. ഈ ചോദ്യം ചോദിക്കുന്ന നാട്ടുകാർ സുരേഷിന് വീട് വെക്കാൻ ₹1 പോലും തരില്ല. പക്ഷെ അവരുടെ മുന്നിൽ ചെറുതായി പോകരുത് എന്ന ചിന്ത കാരണം സുരേഷ് എന്തു ചെയ്തു? കയ്യിലുള്ള പണവും പോരാഞ്ഞ് ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്ത് 5 മുറികളുള്ള ഒരു വലിയ കൊട്ടാരം നാട്ടിൽ പണിതുയർത്തി. കല്യാണപ്രായമായ പെൺകുട്ടികളുള്ള കാര്യമോ പ്രായമായ അമ്മയുടെ ചികിത്സയോ ഒന്നും ആ സമയത്ത് ആലോചിച്ചില്ല. വീടുപണി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ വന്നു പറഞ്ഞു, ഗംഭീരമായി സുരേഷേ, നിന്റെ ഭാഗ്യം തന്നെയെന്ന്. ആ പുകഴ്ത്തൽ കേട്ടപ്പോൾ സുരേഷിന്റെ ഈഗോ അങ്ങോട്ട് തൃപ്തിപ്പെട്ടു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. വിസ കാലാവധി കഴിഞ്ഞ്, അല്ലെങ്കിൽ അവിടെ കമ്പനി പൂട്ടി സുരേഷ് നാട്ടിൽ സ്ഥിരമായി തിരിച്ചെത്തിയപ്പോഴാണ് യഥാർത്ഥ നരകം തുടങ്ങിയത്. കയ്യിൽ ₹1 പോലും നീക്കിയിരിപ്പില്ല. വലിയ വീടുണ്ട്. പക്ഷേ ആ വീടിന്റെ വായ്പ അടയ്ക്കാൻ മാസവും ₹30,000 വേണം. കെട്ടിച്ചു വിടേണ്ട മക്കളുണ്ട്. ഈ സാഹചര്യത്തിൽ ആ സുരേഷ് അനുഭവിക്കുന്ന മാനസിക വിഷമം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉമ്മറത്ത് വന്നിരിക്കുമ്പോൾ നാട്ടുകാർ വഴിയിലൂടെ നടന്നുപോകും. പക്ഷെ ആരും സുരേഷിന്റെ വീട്ടിലെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് ചോദിക്കില്ല. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വരുമ്പോൾ സുരേഷ് തനിച്ചാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു സുരേഷിന്റെ മാത്രം കഥയല്ല. ആയിരക്കണക്കിന് പ്രവാസികളുടെയും സാധാരണക്കാരുടെയും നേർചിത്രമാണ്. നാട്യം പണക്കാരനാകാനുള്ള വഴിയല്ല, മറിച്ച് നിങ്ങളെ എക്കാലവും ദരിദ്രനാക്കി നിർത്താനുള്ള കെണിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു വലിയ വണ്ടി ലോണിനെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ₹1,00,000 ഫോൺ മാസത്തവണ ഇട്ട് വാങ്ങുമ്പോൾ, നിങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ശതമാനം നിങ്ങൾ മറ്റുള്ളവരുടെ കമ്പനികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ആ പണം നിങ്ങൾക്കൊരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു ചെറിയ നിക്ഷേപത്തിലോ ഇട്ടിരുന്നെങ്കിൽ അത് വളർന്ന് നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റുമായിരുന്നു. പലരും ചിന്തിക്കുന്നത് ഞാൻ പണക്കാരനായി അഭിനയിച്ചാൽ ആളുകൾ എന്നെ ബഹുമാനിക്കുമെന്നാണ്. എന്നാൽ മനുഷ്യ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ആളുകൾ നിങ്ങളുടെ ആഡംബരത്തെ നോക്കി നിൽക്കുമെങ്കിലും ഉള്ളിൽ അവർക്ക് നിങ്ങളോട് ബഹുമാനമല്ല, മറിച്ച് അസൂയയോ അല്ലെങ്കിൽ നിങ്ങളുടെ പതനം കാണാനുള്ള കാത്തിരിപ്പോ ആയിരിക്കും. പണമില്ലാത്തവൻ പണക്കാരനായി അഭിനയിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ സ്വന്തം കാലിൽ തന്നെയാണ് കോടാലി വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ കാര്യം നോക്കുക. ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം വരുമ്പോഴേക്കും അവർ ചിന്തിക്കുന്നത് ഒരു ആഡംബര ബൈക്ക് അല്ലെങ്കിൽ വലിയൊരു ഫോൺ വാങ്ങുന്നതിനെക്കുറിച്ചാണ്. സുഹൃത്തുക്കൾക്കൊപ്പം പോകുമ്പോൾ വില കൂടിയ ഹോട്ടലുകളിൽ കയറി ബില്ല് മുഴുവൻ താൻ അടയ്ക്കുന്നത് ഒരു ഗമയായി കാണുന്നവരുണ്ട്. എനിക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് കാണിക്കാനാണ് ഈ ശ്രമം. പക്ഷേ ഈ നാട്യം നിങ്ങളുടെ പോക്കറ്റിലെ സമ്പാദ്യത്തെ മാത്രമല്ല, നിങ്ങളുടെ ഭാവിയെ കൂടിയാണ് ഇല്ലാതാക്കുന്നത്. സാധാരണക്കാരായ വീട്ടമ്മമാരുടെ കാര്യവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അയൽപ്പക്കത്തെ വീട്ടിൽ പുതിയൊരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വന്നാൽ ഉടനെ സ്വന്തം ഭർത്താവിന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എത്രയോ പേരുണ്ട്. അവർ അത് വാങ്ങി നമുക്കതില്ലെങ്കിൽ നാട്ടുകാർ എന്തു വിചാരിക്കും എന്ന ചിന്ത. ഈ ചിന്ത കാരണം ഭർത്താവ് എവിടെയെങ്കിലും പോയി പലിശയ്ക്ക് കാശു വാങ്ങും. ഒടുവിൽ ആ പലിശ കൂടി വന്ന് കുടുംബം മുഴുവൻ കടക്കണിയിലെത്തുമ്പോഴാണ് പലരും തിരിച്ചറിയുന്നത് നമ്മൾ കാണിച്ച നാട്യങ്ങൾ എത്ര വലിയ തെറ്റായിരുന്നു എന്ന്. നിങ്ങളെ വിലയിരുത്തേണ്ടത് നാട്ടുകാരാണോ അതോ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയാണോ? നാട്ടുകാർ ഇന്ന് നിങ്ങളെ പുകഴ്ത്തും. നാളെ നിങ്ങൾ തകർന്നു വീഴുമ്പോൾ അവർ അതൊരു ചർച്ചാവിഷയാക്കി മാറ്റി അടുത്തയാളടുത്തേക്ക് പോകും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആ നാട്ടുകാർ ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് മാത്രം ജീവിക്കാൻ പഠിക്കുക. കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ 2 രൂപയുടെ ജീവിതം നയിക്കുക. ബാക്കി 8 രൂപ നിങ്ങളുടെ നാളത്തെ ഭദ്രതയ്ക്കായി മാറ്റിവെക്കുക. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നത് നിർത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ടും ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് വെറുതെ ഇരിക്കുന്നവരുടെ മനസ്സ് എത്രത്തോളം മടുത്തിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന വലിയ ജോലി മാത്രം നോക്കി നടന്ന് പ്രായം കളയുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. PSC പരീക്ഷയ്ക്ക് വേണ്ടി 10 വർഷം പഠിച്ചിട്ടും ജോലി കിട്ടാതെ വരുമ്പോൾ ജീവിതം തകർന്നു എന്ന് കരുതി വീട്ടിലിരിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ: ആ കാത്തിരിപ്പിനിടയിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പണി ചെയ്തോ? ഇല്ല. കാരണം നാണക്കേടാണ്. നാട്ടുകാർ എന്തു പറയും എന്ന ചിന്തയാണ്. അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അടുത്ത ദിവസം മുതൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ നിൽക്കും. 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ആ ഹോട്ടലിന്റെ മാനേജരോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ചെറിയ തട്ടുകട നടത്തുന്ന ആളോ ആയി മാറും. കാരണം അദ്ദേഹത്തിന് നാണക്കേടില്ല, അദ്ദേഹത്തിന് മടിയുമില്ല. നമ്മുടെ ഈ മടിയുടെ പുറകെ വരുന്ന മറ്റൊരു വലിയ വിപത്തുണ്ട്. അതാണ് അർഹതയില്ലാത്തവരെ കണ്ണടച്ച് വിശ്വസിക്കലും സ്വന്തം ഉള്ളിലിരിപ്പുകൾ മുഴുവൻ നാട്ടുകാർക്ക് മുന്നിൽ വിളമ്പലും. നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. വഴിയിൽ വെച്ച് കണ്ട ഒരാൾ 2 വിഷമം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. അദ്ദേഹം പാവമാണെന്നും സഹായിക്കണമെന്നും പറഞ്ഞ് കയ്യിലുള്ള പണമെടുത്തു കൊടുക്കും. അതുകൊണ്ടും തീരില്ല. വീട്ടിലെ കാര്യങ്ങൾ, ബിസിനസ് രഹസ്യങ്ങൾ, അടുത്തതായി ചെയ്യാൻ പോകുന്ന വലിയൊരു കാര്യത്തിന്റെ പ്ലാനുകൾ, ഇതൊക്കെ ചായക്കടയിലെ ബെഞ്ചിലോ അല്ലെങ്കിൽ കൂട്ടുകൂടലുകൾക്കിടയിലോ നമ്മൾ അങ്ങോട്ട് വിളിച്ചു പറയും. ചാണക്യൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അടുത്ത ചങ്കാണെന്ന് പറയുന്നവനോട് പോലും സാമ്പത്തിക രഹസ്യങ്ങളോ ബലഹീനതകളോ പൂർണ്ണമായി പറയരുത് എന്ന്. കാരണം മനുഷ്യന്റെ മനസ്സ് എപ്പോഴാണ് മാറുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് കൂടെ നടന്ന് ഭക്ഷണം കഴിക്കുന്നവർ നാളെ ശത്രുവായാൽ നിങ്ങളെ തകർക്കാൻ അവർ ആദ്യം ഉപയോഗിക്കുക നിങ്ങൾ പറഞ്ഞുകൊടുത്ത ഈ രഹസ്യങ്ങളായിരിക്കും. നമ്മുടെ നാട്ടിൽ എത്രയോ കൂട്ടുകച്ചവടങ്ങൾ ഈ ഒരൊറ്റ തെറ്റുകൊണ്ട് മാത്രം തകർന്നു തരിപ്പണമായിട്ടുണ്ട്. സ്വന്തം അനിയനെപ്പോലെയാണ് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ലോണിന് ജാമ്യം ഒപ്പിട്ടുകൊടുത്ത എത്രയോ സാധാരണക്കാരായ മനുഷ്യർ ഇന്ന് തെരുവിലാണ്. അവർ മുങ്ങിയപ്പോൾ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്തത് ഈ പാവങ്ങളുടെ വീടാണ്. ആ സമയത്ത് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കണ്ണീര് കാണുമ്പോൾ തോന്നും, അന്ന് ആ ഒപ്പ് ഇട്ടുകൊടുക്കേണ്ടിയിരുന്നില്ല എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കുക. കയ്യിൽ പണവും പ്രതാപവും ഉള്ളപ്പോൾ മാത്രമേ ഈ പറയുന്ന സുഹൃത്തുക്കളും ചില ബന്ധുക്കളും കൂടെ ഉണ്ടാകൂ. പോക്കറ്റ് ശൂന്യമാകുന്ന ആ കറുത്ത ദിവസം അവർ ആദ്യം ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ ബ്ലാക്ക് ലിസ്റ്റിലിടുകയോ അല്ലെങ്കിൽ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ വഴിമാറി നടക്കുകയോ ആയിരിക്കും. അതുകൊണ്ട് സമ്പാദ്യത്തെക്കുറിച്ചോ അടുത്ത നീക്കങ്ങളെക്കുറിച്ചോ ആരോടും അനാവശ്യമായി വിളിച്ചു പറയരുത്. സാമ്പത്തിക ഭദ്രത മറ്റൊരാളുടെ വിശ്വാസത്തിന്മേൽ മാത്രം ഒരിക്കലും പണയം വയ്ക്കരുത്. ചതിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് ദൈവത്തെയോ വിധിയെയോ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെയാണ് വരവും ചിലവും തമ്മിൽ ഒരു കണക്കുമില്ലാത്ത ആ പോക്ക്. ചില ആളുകളുടെ ഒരു രീതിയുണ്ട്. 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ദിവസം അല്ലെങ്കിൽ കയ്യിൽ കുറച്ചു പണം വരുന്ന ദിവസം അവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തമ്പുരാനെപ്പോലെയാണ് ജീവിക്കുക. പോക്കറ്റിൽ കാശുണ്ടെന്ന അഹങ്കാരത്തിൽ വലിയ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കും.
ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വാങ്ങും, സുഹൃത്തുക്കൾക്ക് വലിയ രീതിയിൽ പാർട്ടി കൊടുക്കും. എന്നാൽ മാസം പകുതിയാകുമ്പോഴേക്കും അടുത്തവന്റെ മുന്നിൽ കൈ നീട്ടേണ്ടി വരും. ഇത്ര ചെറിയ ശമ്പളത്തിൽ നിന്ന് ഞാൻ എന്ത് സമ്പാദിക്കാനാണ്? ഈ വിലക്കയറ്റത്തിന്റെ കാലത്ത് ജീവിച്ചു പോകാൻ തന്നെ പാടാണ് എന്നാണ് ഇവരുടെ സ്ഥിരം ന്യായീകരണം. ചാണക്യൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒരു വലിയ കുടത്തിൽ നിന്ന് ഓരോ ചെറിയ തുള്ളി വെള്ളമായി ഒലിച്ചുപോയാൽ പോലും ആ കുടം ഒടുവിൽ പൂർണ്ണമായും ശൂന്യമാകും എന്നാണ്. അതുകൊണ്ട് ചെറിയ ചിലവുകൾ പോലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ നശിച്ചുപോകും. നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളും കടക്കിണിയിലാകുന്നത് വരുമാനമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് വരവും ചിലവും തമ്മിൽ ഒരു കണക്കുമില്ലാത്തതുകൊണ്ടാണ്. ദിവസവും വൈകുന്നേരം ബേക്കറിയിൽ നിന്നും വറുത്തതും പൊരിച്ചതും വാങ്ങാൻ ചിലവാക്കുന്ന പണം, അല്ലെങ്കിൽ അനാവശ്യമായി നടത്തുന്ന ഒട്ടനവധി സബ്സ്ക്രിപ്ഷനുകൾ, ഇതൊക്കെ ചെറിയ തുകകളായി തോന്നാം. പക്ഷേ മാസാവസാനം കണക്കുകൂട്ടി നോക്കിയാൽ വലിയൊരു തുക ഈ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒലിച്ചുപോയിട്ടുണ്ടാകും. ഒരു ചെറിയ തട്ടുകട നടത്തുന്ന ഒരാൾ തന്റെ ദിവസവരുമാനത്തിൽ നിന്ന് ഒരു 100 രൂപ കൃത്യമായി ചിട്ടിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സമ്പാദ്യത്തിലോ മാറ്റിവെച്ചാൽ 2 വർഷം കഴിയുമ്പോൾ സ്വന്തമായി ഒരു വലിയ കട തുടങ്ങാനുള്ള മൂലധനം ഉണ്ടാകും. എന്നാൽ ഒരു വലിയ കമ്പനിയിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരാൾ കിട്ടുന്നതെല്ലാം ആഡംബരത്തിനും ഫോണിന്റെ EMIക്കും ചിലവാക്കിയാൽ അയാൾ എപ്പോഴും ഒരു സാമ്പത്തിക അടിമയായി തന്നെ തുടരും. നാളത്തെ ഒരു അത്യാവശ്യത്തിന് അല്ലെങ്കിൽ വീട്ടിലൊരാൾക്ക് അസുഖം വന്നാൽ ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരാത്ത രീതിയിൽ ഒരു ചെറിയ തുകയെങ്കിലും മാറ്റിവെക്കാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഇന്ന് വാങ്ങാൻ കൊതിക്കുന്ന ആ ലക്ഷറി സാധനം നാളെ വീട്ടിലൊരു പട്ടിണി വരുമ്പോഴോ അസുഖം വരുമ്പോഴോ നിങ്ങളെ രക്ഷിക്കില്ല എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം. വിശ്വസിക്കാൻ കൊള്ളാത്തവരെ കൂടെ കൂട്ടി കയ്യിലെ കാശും കളഞ്ഞ് നാളെ എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ ആളുകൾക്ക് പറ്റുന്ന മറ്റൊരു വലിയ അമളിയുണ്ട്. അതാണ് കൂടെ നടക്കുന്ന മോശം കൂട്ടുകെട്ടുകളും നെഗറ്റീവ് മനുഷ്യരും. നമ്മൾ ഏതുതരം ആളുകളുടെ കൂടെയാണോ സമയം ചിലവഴിക്കുന്നത് അവരെപ്പോലെയായിരിക്കും നമ്മുടെ ഭാവിയും നമ്മുടെ കീശയും. നീ നിങ്ങളുടെ കൂട്ടുകാരെ കാണിച്ചു തരൂ, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെയാണോ? ചില മനുഷ്യരുണ്ട്, അവരുടെ അടുത്ത് ചെന്നിരുന്നാൽ എപ്പോഴും പരാതികൾ മാത്രമായിരിക്കും കേൾക്കുക. സിസ്റ്റം ശരിയല്ല, കാലം ശരിയല്ല, നാട് ഭരിക്കുന്നവർ ശരിയല്ല, എനിക്ക് മാത്രം ഭാഗ്യമില്ല, പാരമ്പര്യമായി അപ്പനപ്പൂപ്പന്മാർ ഒന്നും തന്നില്ല എന്ന് തുടങ്ങി ലോകത്തുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും അവർ നിങ്ങളുടെ തലയിലേക്ക് കോരിയിടും. വൈകുന്നേരമായാൽ വെറുതെ കവലയിലെ മരച്ചുവട്ടിലോ ചായക്കടയുടെ തിണ്ണയിലോ ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുന്ന കൂട്ടുകെട്ടുകൾ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ തീർന്നു. ചാണക്യൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വിഷമുള്ള പാമ്പിനേക്കാൾ അപകടകാരിയാണ് നിരാശാവാദിയായ ഒരു സുഹൃത്ത് എന്ന്. പാമ്പ് ഒരുപക്ഷെ അതിന്റെ ജീവന് ഭീഷണിയുണ്ടാകുമ്പോൾ ഒരിക്കൽ മാത്രമേ കടിക്കൂ. എന്നാൽ മോശം ചിന്തകളുള്ള സുഹൃത്ത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ജീവിതത്തെയും ഓരോ ദിവസവും കടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത് വളരെ കൂടുതലായി കാണുന്ന ഒരു രോഗമാണ്. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്നിവരോട് പറഞ്ഞാൽ അവർ നിങ്ങളെ തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കില്ല. പകരം അവർ ആദ്യം പറയുക, അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ലെന്നും അപ്പുറത്തെ കവലയിലെ ജോസഫ് ചേട്ടൻ ഇതുപോലൊരു കട തുടങ്ങിയിട്ട് പൂട്ടിപ്പോയത് കണ്ടില്ലേ എന്നും നിങ്ങളും കയ്യിലുള്ള കാശുകൂടി കളഞ്ഞ് തോറ്റുതൊപ്പിയിടാൻ പോവുകയാണെന്നുമാണ്. വലിയ സ്വപ്നങ്ങളെ പരിഹസിക്കുന്ന, ആഗ്രഹങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്ന, എപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ആളുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞുമാറുക. ചിന്തകൾ പോസിറ്റീവ് ആയാൽ മാത്രമേ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകൂ. നെഗറ്റീവ് മനുഷ്യരുടെ കൂടെ ഇരുന്നാൽ മനസ്സ് മാത്രമല്ല പോക്കറ്റും എപ്പോഴും ശൂന്യമായിരിക്കും. നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന വലിയൊരു കൂട്ടത്തോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് സ്വന്തം സ്വപ്നങ്ങളുമായി ഒറ്റയ്ക്ക് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു മാരകമായ ശീലമുണ്ട്. അതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മടിയും എനിക്കെല്ലാം അറിയാം എന്ന അഹങ്കാരവും. എനിക്ക് 20 വർഷത്തെ പരിചയമുണ്ട്, ഇനി ഞാൻ ആരോടും ഒന്നും പഠിക്കാനില്ല, എന്റെ പ്രായവും അനുഭവസമ്പത്തും വെച്ച് എനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷം തകർച്ച ആരംഭിക്കുകയായി. കാലം അതിന്റെ അതിവേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 10 വർഷം മുൻപ് ചെയ്തതുപോലെ തന്നെ ഇന്നും ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതം മുന്നോട്ടു പോകില്ല. നമ്മൾ നിന്ന നിൽപ്പിൽ തകർന്നു പോകും. പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ ബിസിനസ് രീതികൾ, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവ പഠിക്കാൻ പലരും മടിക്കുന്നു. ചാണക്യൻ പറയുന്നത് വിദ്യയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ്. അത് കള്ളന്മാർക്ക് വന്ന് മോഷ്ടിക്കാൻ കഴിയില്ല, രാജാക്കന്മാർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല, അത് കാലം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പഠനം അവസാനിപ്പിക്കുന്നവൻ ജീവനുള്ള ശവത്തിന് തുല്യനാണ്. നമ്മുടെ നാട്ടിലെ പല പരമ്പരാഗത ചെറുകിട കച്ചവടക്കാരും പൂട്ടിയ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൺലൈൻ മാർക്കറ്റുകളും പുതിയ മാർക്കറ്റിംഗ് രീതികളും ഡിജിറ്റൽ പേയ്മെന്റുകളും വന്നപ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ മടിച്ചവരാണ് അവർ. ഒരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ പോലും ഇന്ന് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ അയാൾക്ക് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് പണത്തിന്റെ കാര്യവും. പണം വെറുതെ അലമാരയിലോ ബാങ്കിലോ ഇട്ടാൽ മാത്രം പോരാ.
അതെങ്ങനെ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ പണം കൊണ്ട് പണം ഉണ്ടാക്കണം എന്ന് പഠിക്കണം. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മടിക്കുന്ന, സ്വന്തം ഈഗോ മാറ്റിവെച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകാത്ത വ്യക്തി എപ്പോഴും ദരിദ്രനായി തന്നെ തുടരും. പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ പണവും നിങ്ങളുടെ കയ്യിലേക്ക് വരികയുള്ളൂ. ദാരിദ്ര്യം എന്നത് ഒരു ശാപമല്ല, അതൊരു താൽക്കാലിക അവസ്ഥ മാത്രമാണ്. അത് മാറ്റിയെഴുതാൻ നിങ്ങളുടെ കൈകളിൽ കരുത്തുണ്ട്. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ ശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ഈ നിമിഷം മുതൽ തീരുമാനമെടുക്കുക. നാളെയല്ല, തിങ്കളാഴ്ചയല്ല, ഇപ്പോൾ മുതൽ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ ആകാശത്തുനിന്ന് ആരും ഇറങ്ങിവരില്ല. ജീവിതം മാറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ അഗ്നിയുണ്ട്. ചാണക്യന്റെ ഈ നയങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ദാരിദ്ര്യം പടിയിറങ്ങും, വിജയം നിങ്ങളെ തേടിവരും. നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു ഭാവി കൊടുക്കാൻ സാധിക്കും. പറഞ്ഞ കാര്യങ്ങൾ കണ്ണുകൾ തുറപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. ജീവിതവുമായി ഇതിൽ ഏത് ശീലമാണ് കൂടുതൽ ഒത്തുപോയത് എന്ന് താഴെ പറയുക. ഈ അറിവ് പ്രിയപ്പെട്ടവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി പരമാവധി പങ്കുവെക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. മറ്റൊരു ശക്തമായ ചിന്തയുമായി വീണ്ടും കാണാം.